നമ്മുടെ എത്ര ഏത് യോഗ പ്രാക്ടീസ് ചെയ്താലും ശരി, ഏത് ഗുരുവിൽ നിന്ന് അഭ്യാസം ചെയ്താലും ശരി, നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇവിടെ വന്നിട്ട് കുണ്ടലിനി ഉണർത്തലാണ് യോഗയുടെ ലക്ഷ്യം. എനി യോഗ, ഭക്തി യോഗം എടുത്താലും രാജയോഗം എടുത്താലും കടയോഗം എടുത്താലും എനി യോഗ പ്രാക്ടീസ് ചെയ്താലും, അല്ല ബുദ്ധീസം എടുത്താലും ശരി, ജൈനീസം എടുത്താലും ശരി, പാർസിയം എടുത്താലും ശരി, എനി യോഗ. അപ്പം അതില് ഈ കുണ്ടലിനി ഉണരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ബ്രീത്ത്ലെസ് സ്റ്റേജിലാകണം. 1 മണിക്കൂറെങ്കിലും നമുക്ക് ബ്രീത്ത്ലെസ് സ്റ്റേജ് ഉണ്ടായെങ്കിൽ ശേഷമേ ഈ സുഷുമ്നയിൽ കൂടി ഇയാള് ശിരസിലേക്ക് വരുള്ളൂ. അപ്പൊ ആ ബ്രീത്ത്ലെസ് സ്റ്റേജ് നമ്മുടെ എവിടെ കൂടെങ്കിലും ഏത് വഴിയിൽ കൂടെയെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഈ യോഗയുടെ കാതൽ എന്ന് പറയുന്നത് ചിത്തവൃത്തി നിരോധമാണ്. ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്നത് തന്നെ മനസ്സ് ഇല്ലാതെയാകും. മനസ്സ് ഇല്ലാതെയാകുമ്പോൾ പാർഷ്യൽ മൈൻഡാണ് ഇവിടെ ഇല്ലാതാകുന്നത്. ടോട്ടൽ മൈൻഡ് ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല. ആ ടോട്ടൽ മൈൻഡാണ് ഇവിടെ നമ്മളെല്ലാവരും പഠിച്ചു വരുന്ന ഗോഡ്. ആ ടോട്ടൽ മൈൻഡിനെ എക്സ്പാൻഷൻ ചെയ്യണമെങ്കിൽ ഈ പാർഷ്യൽ മൈൻഡ് നമുക്ക് ഇല്ലാതെയാകും. അപ്പോൾ പാർഷ്യൽ മൈൻഡ് ഇല്ലാതെയാകണമെങ്കിൽ നമുക്ക് ആ ബ്രീത്ത്ലെസ് സ്റ്റേജ് നിങ്ങൾക്ക് കിട്ടിയേ പറ്റും. ബ്രീത്ത്ലെസ് സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ചക്രാസ് എല്ലാം ഓപ്പണായി നമ്മൾ എത്തേണ്ട അടുത്ത് എത്തിക്കോളും. അതുകൊണ്ടാണ് എവിടെയും ഇതിന്റെ കാതൽ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇവിടെ സാധനയ്ക്ക് വന്നോ വന്നില്ലയോ അവിടെ പ്രധാനമല്ല. നിങ്ങളുടെ സാധന ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം ഇതാണ് എന്ന് നമ്മൾ എപ്പോഴും ഉണ്ടായി. ഈ ഉദ്ദേശം ഇതാണ്, ബ്രീത്ത്ലെസ് സ്റ്റേജ് ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഉദ്ദേശം. അപ്പം ബ്രീത്ത്ലെസ് സ്റ്റേജ് മണിക്കൂറോളം കൂടി വരുമ്പോഴാണ് അത് സമാധിയിലേക്ക് പോകുന്നത്. അപ്പം അവിടെ നമ്മൾ ഈ കാതലായിട്ട് ഈ പോയിന്റ് മനസ്സിലാക്കിയില്ല എങ്കിൽ നമ്മളിവിടെ എന്ത് സാധനം ചെയ്തും ഏത് ദൂരത്ത് പോയാലും ഒരു പ്രയോജനവും നമുക്കിവിടെ. നമുക്ക് നമ്മുടെ നോളജിനെ ഉണ്ടാക്കിയെടുക്കണം. എന്താണ് മോക്ഷം എന്ന് പറഞ്ഞാൽ, മുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്. ഇപ്പൊ കുണ്ടലിനി ധാരണ, കുണ്ടലിനി എനർജി ബ്രെയിനിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പം കുണ്ടലിനി ഉണരാതെ ആർക്കും മോക്ഷം കിട്ടിയ ചരിത്രമേ ഇല്ല. അപ്പം കുണ്ടലിനി എനർജി ബ്രെയിനിലേക്ക് വരണം. അതിന് എന്ത് ചെയ്യണം? അപ്പം നമുക്ക് ബ്രീത്ത്ലെസ് സ്റ്റേജ് തീർച്ചയായിട്ടും വേണം. അപ്പം ബ്രീത്ത്ലെസ് സ്റ്റേജ് എത്ര മണിക്കൂർ ഇരിക്കണം? ഒരു കുണ്ടലിനി ഉണരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ നിങ്ങളുടെ ശ്വാസം ഇല്ലാത്ത ഒരു സ്റ്റേജ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. അതിന് മുന്നോടിയായിട്ടാണ് സൗണ്ട്, ലൈറ്റ്, ഇതൊക്കെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് സൗണ്ടിൽ കൂടിയും നമ്മൾ അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും, ലൈറ്റിൽ കൂടിയും പോയി അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അത് കുലകുണ്ടലിനി എക്സ്പാൻഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബ്രീത്ത്ലെസ് സ്റ്റേജ് വന്നേ പറ്റും. അതായത് നിങ്ങളുടെ എവിടെ പോയാലും ഏത് ഗുരുവിനെ കണ്ടാലും പോയിന്റ് അവിടെ ഇരിക്കാം. കാരണം നിങ്ങളുടെ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 3 ബന്ധങ്ങൾ ഇരിക്കുകയാണ്. 3 ബന്ധങ്ങൾ നിങ്ങളുടെ അറ്റ് പോയെങ്കിലേ നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൂ. അപ്പൊ അത് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നേരെ ആ ബ്രെയിനിലേക്ക് ഈ പ്രാണൻ ശിരസിലേക്ക് വരണം. ഈ പ്രാണൻ ശിരസിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ഭഗവാൻ കൃഷ്ണൻ തലകീഴായിട്ട് വരുന്ന ഒരു അശ്വത്ഥത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ തലകീഴായിട്ട് നിൽക്കുന്ന അശ്വത്ഥത്തിന്റെ മീനിങ് തന്നെ നമ്മുടെ ബ്രെയിനെയാണ് പറയുന്നത്. കീഴ്പോട്ടാണ് ആ എനർജി നമുക്ക് പോകുന്നത്, മുകളോട്ട് ആ ബ്രെയിനിലെ എനർജിയാണ്. അപ്പൊ തിരിച്ച് റിവേഴ്സ് ആർഡറിൽ നമ്മൾ കൊണ്ടുവരണം. നിങ്ങളുടെ ഒരു അശ്വത്ഥമാകണം, തലകീഴായ ഒരു അശ്വത്ഥമാകണം എന്ന് അദ്ദേഹം പറയാനതിന്റെ കാരണം ഈ എനർജി അദ്ദേഹം ബ്രെയിനിലേക്ക് കൊണ്ടുവരണം. അത് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ആ എനർജിയാണ് കുണ്ടലിനി എന്ന് പറഞ്ഞ ശക്തി. അത് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് പൂർണ്ണമായി കഴിയും. അപ്പൊ അതിന്റെ കാതൽ എന്താണ്? നിങ്ങളുടെ ഇല്ലാതെയാകും. നിങ്ങളെന്ന് പറഞ്ഞാൽ പാർഷ്യൽ മൈൻഡ് ഇല്ലാതെയാകും. അപ്പൊ നമ്മളിവിടെ ആഹത്തൊക്കെ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഇവിടെ കാണിക്കുന്ന മനസ്സ് അത്രയും ഒരു പാർഷ്യൽ മൈൻഡാണ്. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എല്ലാം ഈ പാർഷ്യൽ മൈൻഡാണ്. ടോട്ടൽ മൈൻഡിൽ നമ്മൾ അവിടെ ടച്ച് ചെയ്യുന്നേ ഇല്ല. ടോട്ടൽ മൈൻഡിലേക്ക് നിങ്ങൾ ടച്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബ്രീത്ത്ലെസ് സ്റ്റേജ് അറ്റൈൻ ചെയ്തെങ്കിൽ മാത്രമേ ടോട്ടൽ മൈൻഡിലേക്ക് വരാനൊക്കൂ. അപ്പം ബ്രീത്ത്ലെസ് സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ആട്ടോമേറ്റിക് നിങ്ങൾ ടോട്ടൽ മൈൻഡിലേക്ക് വന്നേ. എന്നാൽ ആ ടോട്ടൽ മൈൻഡാണ് നമുക്ക് സെൽഫ് എന്ന് പറയുന്നതും ബ്രഹ്മം എന്ന് പറയുന്നതും എന്ത് പറഞ്ഞാലും ആ സംഭവത്തിന് മാത്രമാണ്. അപ്പോൾ ഈ ടോട്ടൽ മൈൻഡ് എപ്പോഴുമേ അത് ശൂന്യമാണ്. ശൂന്യം എന്ന് പറഞ്ഞാൽ ശൂന്യം അല്ല, ബോധമാണ്. അതിന് യഥാർത്ഥ ബോധം എന്ന് പറയും. അല്ലെങ്കിൽ അതിന് നമ്മുടെ ബുദ്ധിസ്റ്റ് അതിന് ശൂന്യം എന്ന് പറയും. അപ്പൊ ആ ശൂന്യത്തിൽ എത്താനാണ്
ഇവിടെ കാണിക്കുന്ന എല്ലാ സാധനയും കുപ്രായത്തിനും. ഇത് മാത്രം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. അപ്പൊ ഈ ടോട്ടൽ മൈൻഡിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങളുടെ പാർഷ്യൽ മൈൻഡ് പരിശുദ്ധമാണ്. അതിനിപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 3 വിധത്തിലുള്ള കർമ്മങ്ങൾ ബന്ധിച്ച് കിടക്കുകയാണ്. 3 കർമ്മങ്ങൾ എന്താണ്? അതായത് ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്ന് പറഞ്ഞ 3 താപത്രയങ്ങൾ എന്നാണ് അത് പറയുന്നത്. ഈ താപത്രയത്തിൽ നിന്ന് ആത്മാവ് റിയലിസ്റ്റ് ആയെങ്കിൽ മാത്രമേ, ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് പോകാനുള്ളൂ. അപ്പൊ അതിനെന്താണ്? കർമ്മങ്ങളെ നിങ്ങൾ കുറയ്ക്കണം. കാരണം നിങ്ങൾക്ക് സഞ്ചിതം, പിന്നെ അതിനു മുമ്പായിട്ടുള്ളത് പ്രാരാബ്ദം എന്നിരിക്കുന്നു. പ്രാരാബ്ദം എത്രയോ ജന്മങ്ങൾ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പൊ പ്രാരാബ്ദം കംപ്ലീറ്റ് പോയെങ്കിൽ സഞ്ചിതം ഇതായി 0-ൽ വരുള്ളൂ. അപ്പൊ നിങ്ങൾ വീണ്ടും വീണ്ടും സഞ്ചിതത്തിനെ ഫാം ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ ആഗമയിലേക്കും, ആഗമയിലാണെങ്കിൽ വീണ്ടും കർമ്മത്തിന്റെ ആ ചങ്ങലയാണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇത് വരണമെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിന് നിങ്ങൾ കുറച്ചുകൊണ്ടേ വരണം. അപ്പം കർമ്മം എത്രത്തോളം കുറയുന്നോ അത്രത്തോളം നമ്മുടെ മനസ്സ് ആ ബ്രഹ്മത്തിലാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ബ്രഹ്മം എന്നുള്ള വേഴ്സേ എടുക്കണ്ട, ടോട്ടൽ മൈൻഡിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകും. ഈ പാർഷ്യൽ മൈൻഡ് നേരെ അതിലേക്ക് പോകും. അപ്പൊ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ശാന്തിയാണ്. ആ ശാന്തി നമുക്ക് കിട്ടാനാണ് നമ്മുടെ ഇവിടെ സാധനയും യോഗയും എല്ലാം. അതായത് അതുകൊണ്ട് തന്നെ പറയുന്ന വെളിയിൽ നിന്നുള്ള ദുഃഖങ്ങളോ ശാപങ്ങളോ അതുപോലുള്ള മറ്റുള്ള പ്രശ്നങ്ങളോ ഒന്നും നിങ്ങളുടെ ഏറ്റുവാങ്ങിക്കരുത്. എല്ലാം കൊണ്ട് കണ്ണടച്ചേക്കണം. കാരണം നമുക്കിനി ഒന്നും നമുക്കിവിടെ ആവശ്യമില്ല. പിന്നെ നമ്മളിവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അത് സിദ്ധന്മാർ തന്നെ പറയുന്നു. മരിച്ചവനെ പോലെ ജീവിക്കാനാണ് പഠിക്കുന്നത്. ചത്താരെ പോൽ ഇരുപ്പത് എക്കാലം അക്കാലമേ പരാപരനെ. അവിടെ മരിച്ചവനെ പോലെ ജീവിക്കുക. അതിന്റെ മീനിങ് എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ഒന്നും സാധിക്കില്ല, ഒന്നും വേണ്ട. ആ ഒന്നും വേണ്ട എന്നുള്ള ഒരു മനസ്സിനെ നിങ്ങളുടെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കേവല കുംഭകം താനേ ഉണ്ടായിക്കും. ആ കേവല കുംഭകം കുറച്ചാൽ കൂടി വരുന്ന സമയത്ത് പിന്നെ ഗ്രന്ഥി ഭേദന എന്ന് പറഞ്ഞ് 3 സാധനം വീണ്ടും ഭഗവാൻ കൊടുക്കണം. ഗ്രന്ഥി എന്നാണ് ബ്രഹ്മഗ്രന്ഥി, വിഷ്ണു ഗ്രന്ഥി, രുദ്രഗ്രന്ഥി. ബ്രഹ്മാവിനെ പൂജിച്ചാലും മോശമില്ല, വിഷ്ണുവിനെ പൂജിച്ചാലും മോശമില്ല, രുദ്രനെ പൂജിച്ചാലും മോശമില്ല. എന്തുകൊണ്ട്? ഈ 3 ഗ്രന്ഥികൾ നമുക്ക് ആത്മീയത്തിന് തടസ്സങ്ങളാണ്. അപ്പൊ ഈ തടസ്സങ്ങളെ നമ്മൾ കട്ട് ചെയ്ത് കളയും. അത് യോഗയിൽ കൂടി, ധ്യാനത്തിൽ കൂടി, ഭക്തിയിൽ കൂടി, പിന്നെ അതോടൊപ്പം കൃപയിൽ കൂടി ഇത് നാച്ചുറലാണ് നിങ്ങൾക്ക് കിട്ടിക്കോളും. കാരണം എന്താ? നിങ്ങളുടെ ടോട്ടൽ മൈൻഡിലേക്ക് നിങ്ങളുടെ കാല് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങളുടെ കുറേ വന്നോളും. നിങ്ങളുടെ അതിന് വേണ്ടി ഫോഴ്സ് ചെയ്ത് പോകേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് എപ്പോഴും സാധന എന്ന് വരുന്ന സമയത്ത് നിങ്ങൾ ആ ടോട്ടൽ മൈൻഡിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള വഴി നോക്കും. കാരണം ടോട്ടൽ മൈൻഡ് ഡെവലപ്പ് ചെയ്യേണ്ട അത് ആൾറെഡി എപ്പോഴും ഉള്ളതാണ്. നിങ്ങളുടെ മരിച്ച ശേഷവും നിങ്ങളുടെ നിൽക്കുന്നത് ടോട്ടൽ മൈൻഡിലാണ് നിൽക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ഈ പുതുലോകത്തിൽ നിൽക്കുമ്പോൾ പാർഷ്യൽ മൈൻഡ് കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. മറ്റുള്ള ലോകങ്ങളിലേക്ക് പോകുന്ന സമയത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറഞ്ഞ് അവസാന ഹിരണ്യ ലോകത്തിൽ എത്തുമ്പോഴാണ് പൂർണ്ണമായ ഒരു ടോട്ടൽ മൈൻഡ് നിങ്ങൾക്ക് ഫാം ചെയ്തത്. അതേ ഹിരണ്യ ലോകത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന അതേ അനുഭവത്തിന് ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് ഇവിടെ അനുഭവിച്ചതിന് ശേഷമേ അവിടെ പോകാനാവും. അതുകൊണ്ടാണ് ലൈലി മഹാശൻ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ നിർവികൽപ്പ സമാധി അറ്റൈൻ ചെയ്ത ഒരു സോളിന് മാത്രമേ ഹിരണ്യ ലോകത്തിൽ പോകാനൊക്കൂ. ബാക്കിയുള്ളതെല്ലാം കീഴെയുള്ള ചില സൂക്ഷ്മതലങ്ങളിലേക്ക് അവർ കിടക്കും. അത് കുറെ കാലം കഴിഞ്ഞ ശേഷം വീണ്ടും തിരിച്ച് ഭൂമിയിൽ വന്ന് വീണ്ടും സാധന ചെയ്ത് അത് പോകും. ഇത് തന്നെ ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞത്. യോഗ പ്രശ്നം വീണ്ടും തിരിച്ചു വരുന്നു എന്നുള്ള മീനിങ് തന്നെ ഈ മീനിങ് പറയുന്നത്. നമ്മുടെ ഇപ്പോഴേ അത് സാധിച്ചെടുക്കും. അപ്പൊ ആ സാധിച്ചെടുക്കുന്നത് എന്താണ്? ഫസ്റ്റ് ഓഫ് ആൾ നമുക്ക് എത്രത്തോളം ക്രിയ ചെയ്യാമോ അല്ലെങ്കിൽ എത്രത്തോളം യോഗ ചെയ്യാമോ ചെയ്യുക. ഏതെങ്കിലും ഒരു വിധത്തിൽ കൂടി ബ്രീത്ത്ലെസ് സ്റ്റേജിൽ നിങ്ങളുടെ കൂട്ടിക്കൊണ്ടേ വരിക. അത് 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ ഇങ്ങനെ ബ്രീത്ത്ലെസ് സ്റ്റേജിനെ കൂട്ടി വരുന്ന സമയത്ത് ബാക്കിയെല്ലാം നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ചെയ്യും. സ്വാമി പറയണം സ്വാമി. സ്വാമി, ഈ ഗുരു ഉണർത്തുന്നതും സ്വയമേവ ഉണരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? സ്വാമി, അത് എന്ത് വന്നാലും ലാസ്റ്റിന് ഗുരു ഉണർത്തിയേ വെക്കുള്ളൂ. സ്വയമേവ അത് പൂർണ്ണമായും ഉറങ്ങൂല, ഉണർന്നു വരില്ല. കാരണം എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഹാർട്ടില് ലെഫ്റ്റ് സൈഡിൽ ഒരു ഹാർട്ടിൽ ഒരു വാൾവുണ്ട്.
അത് ഇന്ന് നമുക്ക് സാധാരണ ലൗകികന് അത് ബ്ലോക്കായി, അത് അടഞ്ഞെന്നെ ഇരിക്കും. എന്തെന്ന് പറഞ്ഞാൽ ആ വാൾവ് ഓപ്പൺ ആയി കഴിയുമ്പോൾ, കാരണം മരണസമയത്ത് മാത്രമേ ആ വാൾവ് ഓപ്പൺ ആവൂ, ലാസ്റ്റ് പറഞ്ഞു. അപ്പൊ ആ സമയം നമുക്ക് എന്താണ് ശ്വാസം എടുക്കാനും വിടാനും ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുകയും അവസാനം വന്ന് ശ്വാസം കിട്ടാതെ വന്ന് ആ ജീവൻ വെളിയിൽ പോവുകയും ചെയ്യും. ഇതാണ് മരണം, നാച്ചുറൽ. എന്നാൽ യോഗയിൽ നമ്മുടെ ഉദ്ദേശിക്കുന്നത്, യോഗ കാര്യം ചെയ്ത് വരുമ്പോൾ ഇതിനാണ് വിഷ്ണു ഗ്രന്ഥി എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥി നാച്ചുറലായിട്ട് അവിടെ വന്നിട്ട് യോഗയിൽ കൂടിയും ഗുരുകൃപയിൽ കൂടി അത് ഓപ്പൺ ആകും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് കിട്ടുന്ന സംഭവം എങ്ങനെ പറഞ്ഞാൽ, നിങ്ങളുടെ സമാധിയിലേക്ക് പോകുന്ന ഫസ്റ്റ് സമാധി, നിങ്ങൾക്ക് ശ്വാസം എടുത്തു വിടാനുള്ള ടെൻഡൻസി ഓവറായിരിക്കും. നമുക്ക് ശ്വാസം കിട്ടുന്നില്ലാന്ന് ഒരു വിമ്മിഷ്ടമുണ്ട്. അത് കുറച്ചായിട്ട് നിങ്ങൾ പോയി വരുന്ന സമയം നാച്ചുറലായിട്ട് അത് കുറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ബ്രീത്ത്ലെസ് സ്റ്റേജ് എപ്പോഴും ഉണ്ടായിരിക്കും. അതേസമയം ഇത് ഹാർട്ടിന്റെ ആ വാൾവ് എപ്പോഴും ഓപ്പൺ ആയി തന്നെ ഇരിക്കും. നിങ്ങൾക്ക് ഏത് ടൈമിന് വേണമെങ്കിലും ബ്രഹ്മപത്തിലെത്താം, നിങ്ങൾക്ക് തിരിച്ചു വരാം. ഇതാണ് സമാധി എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾക്ക് സമാധി അറ്റൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിമ്മിഷ്ടം ഉണ്ടായിരിക്കും. കാരണം എന്നാൽ ശ്വാസം എടുത്ത് വിടാൻ കാരണം നിങ്ങളുടെ സമാധി ആൾറെഡി എങ്ങനെയെങ്കിലും ബാബാജിയുടെ കൃപ കൊണ്ട് ഗുരുകൃപ കൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് ഒരു 15-20 മിനിറ്റ് നേരം ഇങ്ങനെ നമ്മുടെ ശ്വാസം എടുത്ത് വിടുന്ന ഒരു പ്രക്രിയ നമുക്ക് ഫാം ചെയ്യും. ശരിക്കും ഒരു മരണത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുന്ന ഒരു ഫീലിംഗ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ നിങ്ങൾ ആൾറെഡി നിങ്ങൾക്ക് വീണ്ടും അടുത്ത ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നാച്ചുറലായി പോകാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ പെയിനോ അങ്ങനെയുള്ള ഫീലിങ്സോ ഒന്നും വരില്ല. ഗുരുജി, യുക്തേശ്വരഗിരി എങ്ങനെയാണ് ബ്രീത്ത്ലെസ് സ്റ്റേജ് എപ്പോഴാണ് ഉണ്ടായതെന്ന് പറയൂ. ബ്രീത്ത്ലെസ് സ്റ്റേജ് അങ്ങനെ യോഗ ചെയ്ത് തരും. അതായത് യോഗാനന്ദന് സമാധി കൊടുക്കുമല്ലോ. സമാധി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ആ നെഞ്ചിന്റെ ആ വാൾവിൽ തട്ടിയാണ് അദ്ദേഹം ആ സമാധി കൊടുക്കുന്നത്. നമ്മുടെ സിദ്ധ വൈദ്യത്തിൽ അതിന് 90-ാം കാലം എന്ന് പറയും. എന്നാൽ ഇനിയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചു, 90-ാം കാലം. അതായത് നമ്മുടെ മർമ്മശാസ്ത്രത്തിലെ നമ്മുടെ 108 മർമ്മങ്ങളിൽ ഒരു മർമ്മമാണ് 90-ാം കാലം. ഈ 90-ാം കാലത്തിലാണ് നമ്മുടെ ഈ എനർജിയെ കടത്തിവിടുന്നത്. ആ സെക്കൻഡിൽ നിങ്ങളുടെ ഫീസ് ഊരുന്ന പോലെ. അതിപ്പോൾ യോഗാനന്ദന് ആ സമാധിയെ കുറിച്ച് പറയുന്നുണ്ട്. ആ സമയം എൻ്റെ വയറിൽ അടിഭാഗം താഴ്ന്നു കൊടുക്കുക, അതായത് നൗളിയിലേക്ക്, അതായത് നമ്മുടെ ഉദ്യാനബന്ധത്തിലേക്ക് വരികയും ശ്വാസം കംപ്ലീറ്റ് എനിക്ക് വെളിയിൽ പോകുന്നതായിട്ട് അറിയുന്നു. ആ സമയത്ത് എനിക്ക് ഹാർട്ടിൽ വന്നിട്ട് ഒന്നുമില്ല, ഞാൻ പീസാകുന്ന പോലെ ഇരുന്നു. എനിക്ക് ആ ബ്രീത്തൽ സ്റ്റേജ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ബോധപൂർവം തന്നെ ഞാൻ വെളിയിൽ പോകുന്നു. വെളിയിൽ പോയിട്ട് പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം ഞാൻ അനുഭവിക്കുന്നു, എല്ലാം പ്രകാശമയമായിട്ട് കാണുന്നു. അങ്ങനെ ആ സമാധി പൂർണ്ണമായിട്ട് അനുഭവിച്ച അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം കൊടുക്കുന്നത്. അതിനുശേഷമാണ് പരമഹംസൻ എന്നുള്ള പേര് തന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്നത്, യുക്തേശ്വരഗിരി. ഇത് നമുക്ക് കൊടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങളുടെ പക്വം അല്ലാതെ വരുന്ന സമയത്ത്, നിങ്ങളുടെ ഇത് അനുഭവിച്ച് വരുന്ന സമയം നിങ്ങൾക്ക് വന്നിട്ട് ബ്രെയിനിൽ പല മാറ്റങ്ങളുണ്ട്. ഒരു മാനസിക രോഗിയെ പോലെയൊക്കെ നിങ്ങളുടെ. അപ്പൊ അത് ആകാതെ ഇരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ ഇത് നിങ്ങൾ തന്നെ സ്വയം പ്രാക്ടീസ് ചെയ്ത് ഒരു സ്റ്റേജ് ആകുന്ന സമയത്ത്, അപ്പൊ ഇപ്പം നിങ്ങൾ ലാസ്റ്റിൽ നിങ്ങൾ തന്നെ പറയും, എനിക്ക് പെട്ടെന്ന് മോക്ഷം തരണേ, അല്ലെങ്കിൽ എനിക്ക് ആ ലെവൽ അറ്റൈൻ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഫീൽ ചെയ്യാനുള്ള. ആ സമയം നമ്മുടെ ആ ലെഫ്റ്റ് സൈഡിലുള്ള ഹാർട്ടിൽ തന്നെ ഒരു വാൾവ് ഇരിക്കുന്ന ആ ഭാഗത്ത് തന്നെ 90-ാം കാലം. സിദ്ധവൈദ്യം അറിയാമെന്നുള്ളവർക്ക് ഈ സംഭവം നല്ലവണ്ണം അറിയാം. അവിടെ വന്നിട്ട് നമ്മുടെ പ്രഷർ കൊടുക്കും, ടച്ചിങ് ആണ്. അത് ആ പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഈ പീസ് നമ്മുടെ ഈ നമ്മുടെ ഇതിനല്ല മഷി എടുക്കുന്ന ഒരു പില്ലർ, അങ്ങനെ മഷി ഇങ്ങനെ കുരുക്കി നമ്മുടെ തിരിച്ചെടുക്കുന്ന പോലെ കംപ്ലീറ്റ് ശ്വാസം വെളിയിലേക്ക് വരും. അന്ന് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് നിങ്ങൾ ഡെത്താണ്, മരണത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരും. ആ മരണാവസ്ഥ 2 മണിക്കൂർ 3 മണിക്കൂർ, ചിലപ്പോൾ 3 ദിവസം വരെ ഇരിക്കാം. കാരണം രാമകൃഷ്ണ പരമഹംസൻ 3 ദിവസം ആ മരണാവസ്ഥയിൽ ഇരുന്നു എന്നാണ്. പിന്നെ തോതാപുരി കിടന്ന് കരയാൻ തുടങ്ങി, ആൾക്കാരെല്ലാം ഓടി. അപ്പം ആ ദക്ഷിണേശ്വരത്ത് പിന്നെ ഒരേ ഒരു വ്യക്തി മാത്രമേ ടെൻഷൻപ്പെടാതെ ഓടാതെ ഇരുന്നു. കാരണം ആ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥ. ബാക്കി എല്ലാവരും ഇങ്ങനെ ഓടാൻ തുടങ്ങി, കാരണം ഇതേ മരിച്ചു കിടക്കുകയാണ്, ഒന്നും രക്ഷയില്ല. ഇതിനിടയ്ക്കാണെങ്കിൽ തോതാപുരി കിടന്ന് ഹരിവും 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 എന്ന് വിളിച്ചു കണ്ട് ഒരേ ബഹളം വയ്ക്കുകയാണ്. അവസാനം അദ്ദേഹം തിരിച്ചു വരുന്ന ഒരു സംബോധന ഉണ്ട്. അദ്ദേഹത്തിന്റെ ആ ജീവചരിത്രം എടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാവും.
എന്നാൽ ഇത് ആക്ച്വലി ഒരു ഡെത്താണ്, ആ മരണാവസ്ഥയാണ്. മരണാവസ്ഥ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലും ആ മരണം നമുക്കൊരു സുഖമാണ്. അപ്പം ആദ്യം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു വരുന്ന ശേഷം എപ്പോഴും വേണമെങ്കിലും മരിക്കാം, എപ്പോഴും വേണമെങ്കിലും തിരിച്ചിരിക്കാം. അതുകൊണ്ടാണ് പീറ്റർ പറഞ്ഞത്, ഞാൻ കർത്താവിൻ്റെ കാരുണ്യത്താൽ എപ്പോഴും മരിക്കുന്നു, എപ്പോഴും ജീവിക്കുന്നു. അപ്പൊ മരണവും ജീവിതവും നമുക്ക് ഒരുപോലെയാണ്. ഇത് വളരെ ഈസിയായ സംഭവമാണ്. പിന്നെ അത് നിങ്ങൾക്ക് പ്രാപ്തി വരണം. പ്രാപ്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വാമി എനിക്ക് സമാധി തരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാപ്തി നോക്കുന്നുണ്ട്. ഇപ്പൊ നാഡി നോക്കും, നാഡി പൾസ് 40 താഴെ ആകുമ്പോഴാണ് ഞങ്ങളുടെ ഇതിനെ ഓപ്പൺ ചെയ്തത്. ഇനിയെങ്കിലും മനസ്സിലാക്കി. അതുകൊണ്ടാണ് നാഡി നോക്കുന്നത്. 40 താഴെ നിങ്ങളുടെ വരുന്ന സമയത്ത് ഞങ്ങളത് ഹാർട്ട് ഓപ്പൺ ചെയ്യും. ഇത് നിങ്ങൾക്ക് കൃപ കൊണ്ട് അല്ലാതെയും കിട്ടും. ഇപ്പം ബാബാജീനെ ഡയറക്റ്റ് ആവുന്നത് നിങ്ങൾക്ക് ആ സ്റ്റേജ് തരാം, ഏതെങ്കിലും വിധത്തിൽ അത് കിട്ടും. അതിനെക്കുറിച്ച് നമ്മൾ ഫീൽ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? കേവല കുംഭകം സൃഷ്ടിക്കുക. കേവല കുംഭകമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി അടുത്തൊന്നാണ് ചോദ്യം. ഗുരുജി, ഈ പൾസ് താഴ്ന്ന് നമ്മൾ യോഗ ചെയ്യുന്നതിന് താഴ്ന്ന് തന്നെ വരുമോ? ഏതാ മനസ്സിലായില്ല? ഈ പൾസ് 40 താഴെ വരണമെന്ന് പറഞ്ഞില്ലേ ഗുരുജി? അതെ അതെ. അത് നിങ്ങളുടെ അതായത് നിങ്ങളുടെ പൾസ് കൂടുന്നത് എങ്ങനെ പറഞ്ഞാൽ, പൾസ് റേറ്റ് കൂടുന്നത് ഹാർട്ടിന് വിശ്രമമില്ലാതെ അത് എപ്പോഴും പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങളുടെ പൾസ് റേറ്റ് കൂടി നിൽക്കുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് വന്ന് ഹാർട്ട് വീക്കാകുന്ന സമയത്ത് പൾസ് റേറ്റ് കുറഞ്ഞു കുറഞ്ഞു വന്ന് വീക്കാവും, ഔട്ടാവും, മരിച്ചു പോകും. ഇവിടെ എന്തെന്ന് പറഞ്ഞാൽ ഈ പൾസിനെ കൂട്ടുന്നതും കുറയ്ക്കുന്നതിനുള്ള ഒരു മിഷൻ ഇതിൻ്റെ നമ്മുടെ ഹാർട്ടിനകത്തുണ്ട്. ആ മിഷൻ നിങ്ങൾക്ക് നാച്ചുറലായി നിങ്ങളുടെ ആഫാകും. എപ്പോഴും നിങ്ങൾക്ക് ആഫാകും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് എപ്പോഴും ശൂന്യമാകുന്നു ആ സമയം പൾസ് റേറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനാണ് എല്ലാവരും പഠിപ്പിക്കുന്നത്. എന്താണ്? എല്ലാ യോഗ പഠിച്ചാലും അവസാനം മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നത് എന്തിനാണ്? മെഡിറ്റേഷൻ 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 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശൂന്യമായിരിക്കുക എന്നാണ് മെഡിറ്റേഷൻ്റെ മീനിങ്. ആ ടോട്ടൽ നമ്മുടെ സൈലൻ്റ് ആകുന്ന സമയം ഈ ഇവിടെ വന്നിട്ട് ഈ മെഷീന് മോട്ടോറിന് വന്നിട്ട് എനർജിയുടെ ലെവൽ കുറയും. അപ്പൊ ആ എനർജിയുടെ ലെവൽ കുറഞ്ഞ് ആ എനർജി എവിടെയാണ്? സുഷുമ്നയിൽ കൂടി ബ്രെയിനിലേക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയം നിങ്ങളുടെ 50, 60, 70, 75 നിന്ന് ആ റേറ്റ് പൾസ് റേറ്റ് അവസാനം കുറഞ്ഞ് 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 0-ൽ വരും. നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളുടെ പൾസ്, നിങ്ങളുടെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പൾസിൽ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാരണം നിങ്ങൾക്ക് അത് കുറയാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് അറിയാം. അതാണ് ടോട്ടലി നമുക്ക് എന്താണ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഹാർട്ട് ബീറ്റ്സ് നിൽക്കുന്നതാണ് ടോട്ടൽ റെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ ടോട്ടൽ റെസ്റ്റ് നമുക്ക് ഇല്ലേ ഇല്ല. കാരണം എന്താണ്? ശ്വാസം ഉള്ള കാലം വരയ്ക്കും നമുക്ക് റെസ്റ്റ് കിട്ടുകയില്ല. നിങ്ങളുടെ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോയി ഉറങ്ങും, അത്രയേ ഉള്ളൂ. ആ ഉറക്കമൊന്നും വലിയ റെസ്റ്റ് ഒന്നും അല്ല. നിങ്ങളുടെ ടോട്ടൽ റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രീത്ത്ലെസ് സ്റ്റേജിൽ മാത്രമേ നിങ്ങൾക്ക് ടോട്ടൽ റെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് പൾസ് റേറ്റ് കുറഞ്ഞുകൊണ്ടേ വരും. അവസാനം പൾസ് റേറ്റ് 0-ൽ വരുന്ന സമയമാണ് നിങ്ങളുടെ നിർവികൽപ്പ സമാധി നിങ്ങളുടെ അറ്റൻഡ് ചെയ്യുന്നത്. അതുവരേക്കും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ നോക്കേ വേണം. അതിന് ഉദാഹരണം സദാശിവ ബ്രഹ്മേന്ദ്ര സ്വാമികൾ ഒരു ദിവസം കാവേരി തീരത്തിൽ പോകുന്ന സമയത്ത് കുട്ടികൾ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുട്ടികൾ കഴിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ മണലിനെ കോരി ഒരു കുഴി ഉണ്ടാക്കി ആ കുഴിയിൽ പിന്നെ മുള്ളും അതുപോലെ ചില ചെടികളെല്ലാം ഇട്ട് ആൾക്കാർ, അത് നമ്മൾ പറയും കള്ളക്കുഴി. ഇങ്ങനെ കുഴികളൊക്കെ ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സദാശിവ ബ്രഹ്മം പോയിട്ട് പറയാം, ശരി ഈ ഒരു കുഴിക്കകത്ത് ഇങ്ങനെ ആ പുള്ളി എപ്പോഴും സംസാരിക്കില്ല, ആംഗ്യത്തിൽ ആക്കി ഈ കുഴിക്കകത്ത് എന്നായിട്ട് മൂടുന്നു പറയും. പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ സദാശിവ ബ്രഹ്മത്തിന് അതിനകത്ത് മൂടി കുറെ മണലെല്ലാം വാരിയിട്ട് ശരിക്കും അടച്ച് ഇട്ട ശേഷം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കാട്ടിന് പോയി. കാരണം ഇദ്ദേഹത്തിനെ മറന്നിട്ടാണ് പോകുന്നത്. ഒരു 7 ദിവസം കഴിഞ്ഞ് ഈ കുട്ടികൾക്ക് തന്നെ ഓടിപ്പോയി അവരുടെ അച്ഛൻ്റെ അമ്മമാരുടെ അടുത്തെല്ലാം പറയും, ഇവിടെ ഇങ്ങനെ ഒരു പൈത്യകാലം ഒരു മെന്റൽ കേസ് ഇവിടെ വന്നു, ആ മണ്ണിട്ട് ഞങ്ങൾ കുഴിച്ച് മൂടിയിരിക്കുകയാണ്, ഇപ്പോൾ ഇതിനെ ഒന്ന് തുറന്ന് നോക്കണമെന്ന്. അപ്പോഴാണ് അവർ മനസ്സിലാകുന്നത്, അയ്യോ നമ്മുടെ സദാശിവ ബ്രഹ്മത്തിനെ ആണല്ലോ ഇവർ ഈ കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു ഓടി നേരെ വന്ന് ആ കുഴിയെ മാന്തി നോക്കുന്ന സമയം
അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ഫ്രീ ആയിട്ട് കഴിച്ച് അങ്ങനെ വന്ന് നടന്ന് പോയിക്കൊണ്ടേയിരുന്നു. അതാണ് നിങ്ങൾക്ക് കിട്ടേണ്ട ബ്രീത്ത്ലെസ് സ്റ്റേജ്. സ്വാമി ശരിക്കും ഉറക്കത്തിൽ സ്വാമി അതേ പറഞ്ഞു സ്വാമി. സ്വാമി ഉറക്കത്തിൽ ശരിക്കും ഉറക്കത്തിൽ മൈൻഡ് ഒരിക്കലും സ്റ്റോപ്പ് കിട്ടില്ല, ആവുന്നില്ല. ഉറക്കത്തിൽ ഒരിക്കലും കിട്ടില്ല സ്വാമി. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ശ്വാസം ഉണ്ട് സ്വാമി. ശ്വാസം അതാണ് ഉള്ള കാലം വരയ്ക്കും ഹാർട്ട് ബീറ്റ്സ് നിൽക്കുകേ ഇല്ല. സ്വാമി അങ്ങനെ അന്ന് സംശയം എത്ര എന്താ വെച്ചാല് പരിശ്രമിച്ചാലും ശരി. സംശയം എന്താ വെച്ചാല് ഉം. ഉറക്കത്തില് നമ്മള് മൈൻഡ് അവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ടല്ലോ, പിന്നെ എന്താ ഒരിക്കലും സ്റ്റോപ്പ് ഇല്ല ആവാത്തത്? സ്വാമി. മനസ്സ് നിങ്ങൾക്ക് ഇന്ദ്രിയത്തിലാണ് ലയിക്കുന്നത്. ഒരിക്കലും ഇന്ദ്രിയാതീതമായ ഒരു ബിംബത്തിൽ അത് ലയിക്കുന്നില്ല. ഇന്ദ്രിയങ്ങളിൽ ലയിച്ച് മനസ്സ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വപ്നം കാണുന്നത്, പിന്നെ അതുപോലെ സ്വപ്നസ്ഖലനം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നത്തിൽ വന്നിട്ട് മാത്രമല്ല, നിങ്ങളുടെ ആ സുഷുപ്തിയിൽ തന്നെ നിങ്ങളുടെ പല പല ഗോഷ്ഠികൾ കാണിക്കുന്നത്. ഇതെല്ലാം വന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ ചലനം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ മനസ്സ് പോയി ഇന്ദ്രിയങ്ങളിൽ മാത്രമേ ലയിക്കുന്നുള്ളൂ. ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ബോധതലം എന്ന് പറയും. അത് ബ്രെയിൻ്റെ അകത്തുണ്ട്. ആ ബോധതലത്തിൽ, ആ ബോധതലത്തിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റേജ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതേസമയം നാദത്തിലേക്ക് ലയിച്ചിരിക്കുന്ന വ്യക്തികൾ ഉറങ്ങുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ആ ബോധതലത്തിൽ അവർ പോയി എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നാദത്തിന് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കും. ഇപ്പൊ നാദോപാസന, നാദത്തിൽ ശ്രദ്ധിക്കുക, നാദത്തിൽ തന്നെ ലയിക്കുക. ഇങ്ങനെ പറഞ്ഞാൽ ആ ലയിച്ച് വരുന്ന സമയം നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ സ്റ്റേജിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് മോഹൻ സ്വാമി ഹൈ ലെവൽ മെഡിറ്റേഷൻ ചെയ്യണം കേട്ടാ. മെഡിറ്റേഷൻ ആകുന്നില്ല സ്വാമി. മെഡിറ്റേഷൻ ആകുന്നത് നിങ്ങളുടെ ബ്രീത്തിനെ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ എഴുതി. നാദത്തിലേക്ക് നിനക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എപ്പോഴും ബ്രീത്തിനെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് സീറോ മൈൻഡിലേക്ക് എപ്പോഴും നിങ്ങൾ വരുന്ന അപ്പോഴും ഹാർട്ട് ബീറ്റ്സ് നിൽക്കാൻ തുടങ്ങും. അതെന്റെ സാധനയുടെ രഹസ്യം എന്ന് പറഞ്ഞാൽ അറിയാം. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ മെഡിറ്റേഷൻ ആണോ സ്വാമി കൂടുതൽ ചെയ്യേണ്ടത്? അതായത് ക്രിയ വന്നിട്ട് മെഡിറ്റേഷന്റെ വേറെ പാർട്ട് മാത്രമാണ് ബാബാജി പറയുന്നത്. ക്രിയ ചെയ്തിട്ട് നിങ്ങളുടെ മെഡിറ്റേഷനിൽ പോകും. മെഡിറ്റേഷൻ എന്ന് പറയുമ്പം ഏതെങ്കിലും മന്ത്രജപമോ അതൊന്നും മെഡിറ്റേഷൻ ആകുന്നേ ഇല്ല. നമ്മൾ എന്തെങ്കിലും ഒരു ധാരണയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മെഡിറ്റേഷൻ ആകില്ല. നമ്മുടെ ഇന്നർ കോൺഷ്യസിൽ വരുന്ന അനുഭവത്തിന് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പൊ ആ ഇന്നർ കോൺഷ്യസിൽ വരുന്നതാണ് ഈ സൗണ്ട്. ആ സൗണ്ടിനെ നിങ്ങളുടെ ഫോളോ ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ அந்த ഹാർട്ട് ബീറ്റ്സ് സീറോയിൽ കൊണ്ടുവിടാൻ സാധിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം നിങ്ങൾക്ക് തന്നെ കാതിൽ കേൾക്കാം ഹാർട്ട് ബീറ്റ്സിന്റെ സൗണ്ട്, ടിക് 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 എന്ന് ശബ്ദം കേൾക്കും. ആ ടിക് ടിക് നിങ്ങൾ ലയം നോക്ക്, വിത്തിൻ സെക്കൻഡ് അത് സീറോയിൽ കൊണ്ടുപോകും. ആ സമയം നിങ്ങൾ ഹാർട്ട് ബീറ്റ്സ് നോക്കുകയാണെങ്കിൽ സീറോയിൽ നിങ്ങൾക്ക് ഹാർട്ട് ബീറ്റ്സ് കാണാൻ സാധിക്കും. പിന്നെ ഏത് വിധേയനമാണെങ്കിലും നിങ്ങൾക്ക് ഹാർട്ട് ബീറ്റ്സ് ഒരു 40-ന് കീഴെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കേവല കുംഭകം പൂർണ്ണമായി കിട്ടാൻ തുടങ്ങി. കീഴെ കൊണ്ടുവരണം നിങ്ങൾ. അതൊരു രോഗമല്ല. അതുകൊണ്ട് നിങ്ങളുടെ നേരെ പോയി ഡോക്ടർ പറയും അയ്യോ രോഗിയായാലോ നിങ്ങൾ മരിക്കാൻ പോകണമല്ലോ, അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കുക വേണ്ട. നിങ്ങളുടെ ഹാർട്ട് ബീറ്റ്സ് വരുന്ന സമയം നിങ്ങൾക്ക് റിയലൈസേഷൻ 100% കിട്ടിയിരിക്കും. അതിൽ ഒരു മാറ്റം. അത് സീറോ മൈൻഡില് എങ്ങനെ എത്ര നേരം ഒരു ദിവസം ഇത് മെഡിറ്റേഷൻ ചെയ്ത? അതായത് മെഡിറ്റേഷൻ അതായത് സദാ മെഡിറ്റേഷൻ ചെയ്യാനാണ് യോഗിമാർ പഠിപ്പിക്കുന്നത്. നമുക്ക് അതൊന്നും സാധിക്കില്ല. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും മെഡിറ്റേഷനിൽ ഇരിക്കണം. ഒരു ദിവസം 1 മണിക്കൂർ ഇരിക്കണം. 1 മണിക്കൂറെങ്കിൽ തുടർന്ന് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ സീറോ മൈൻഡിൽ വരാം. രാത്രി ഉറങ്ങുന്ന സമയം നിങ്ങൾ പലതും ചിന്തിക്കാതെ നിങ്ങളുടെ നാദത്തിൽ തന്നെ ലയിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സീറോ മൈൻഡിലേക്ക് പോകും. പെട്ടെന്ന് നിങ്ങൾ സമാധിയിലേക്ക്. അതുകൊണ്ട് ഉറക്കം നിങ്ങൾക്ക് മുക്തിയെ തരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ ആ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെയായിട്ട് ഉറങ്ങരുത്. നിങ്ങളുടെ എന്താണ് നാദത്തിൽ കൂടി നാദം ശ്രദ്ധിച്ചുകൊണ്ട് അതിലേക്ക് ലയിച്ച് നിങ്ങൾ പോകുന്ന സമയം നിങ്ങൾ ഓട്ടോമാറ്റിക് സീറോ മൈൻഡിലേക്ക് വരും, പെട്ടെന്ന് സമാധിയിലേക്ക്.
സ്വാമി പിന്നെ ഈയിടെയായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറക്കം ഭയങ്കര കുറവാ. പക്ഷെ രാവിലെ എണീക്കുമ്പോ ഭയങ്കര ക്ഷീണം. എപ്പഴും ഉറക്കം ഉറങ്ങാൻ പറ്റാത്ത കാരണം ടെൻഷൻ കൂടുമ്പോഴാണ് ഉറക്കം വരാത്തത്. ഞാൻ ചോദിച്ചിട്ട് ഈ ടെൻഷന്റെ ആവശ്യമേ ഇല്ല. നിങ്ങളുടെ ആ നാളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഷൻ എല്ലാം പോവും. മഹാന്മാരെ കണ്ടില്ലേ, അവര് ഉറങ്ങുന്ന സ്ഥലം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ദുഃഖമായിരിക്കും. ചാക്കടയിലാണ് അവർ കിടന്ന് ഉറങ്ങുന്നത്. ചാക്കട എന്ന് പറഞ്ഞാൽ അഴുക്ക് ചാലില് അവിടെയൊക്കെ കിടന്നാണ് അവർ ഉറങ്ങുന്നത്. അവർക്ക് ഉറക്കത്തിന് ഒരു ദോഷം വരുന്നില്ലല്ലോ. അതാ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ 0 മൈൻഡ് ഉള്ളവർക്ക് ഈസി ആയിട്ട് അവിടെ ഉറങ്ങാൻ സാധിക്കും. നമ്മുടെ ഈ പാർഷ്യൽ മൈൻഡ് കിടന്ന് വെപ്രാളപ്പെടുമ്പോഴാണ് പ്രശ്നാർത്ഥം കൂടുന്നത്. കാരണം നാളെ കുറിച്ച് ചിന്തിക്കരുത്, പ്രസന്റ് ലിവിങ്. ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ, കാരണം ഇന്നലെ നടന്നത് ഇന്നലത്തോടെ തീർന്നു. അത് ഇനിയിപ്പം ഇന്ന് നടക്കുന്നതിനെ നിങ്ങളുടെ എന്ത് ചെയ്യണം, മാക്സിമം നമ്മുടെ നല്ല രീതിയിൽ നടക്കുക, അത്രയോ. നാളെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക. കാരണം ഈ പ്രസന്റ് ലിവിങ് കറക്റ്റ് ആയത് കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചർ വന്ന് നാച്ചുറലായിട്ട് നന്നായിക്കൊള്ളും. അപ്പൊ പ്രസന്റ് ലിവിങ്ങിലാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അപ്പൊ നമ്മുടെ എന്ത് ചെയ്യും, പ്രസന്റ് ലിവിങ്ങിൽ തന്നെ നമ്മുടെ നേരത്തെ നടന്ന ആ ചിന്തകൾ അത്രയും ഇതിനകത്ത് കിടക്കും, പാസ്റ്റ് ആക്ഷൻ നമ്മൾ ഇതിനകത്ത്. അപ്പോഴാണ് നമുക്ക് ടെൻഷൻ കൂടുന്നത്, ഉറക്കം ഇല്ലാതെയാകുന്നത്, ദുഃഖം ഉണ്ടാകുന്നതല്ല. അപ്പൊ ഇവിടെ വന്നിട്ട് കർമ്മം മാത്രമാണ് നടക്കുന്നത്. അവിടെ പാപമില്ല, പുണ്യമില്ല, കർമ്മം മാത്രമേ നടക്കുന്നു. കർമ്മഫലത്തിൽ ഉള്ളത് ചിലപ്പം നല്ലതുമാകാം, കെട്ടതുമുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ചെയ്യേണ്ട കർമ്മം എന്താണ്, നമ്മൾ മാക്സിമം വന്നിട്ട് നല്ലതോ കെട്ടതോ നോക്കാതെ കറക്റ്റ് കർമ്മം ചെയ്തുകൊണ്ട് നടക്കും. പിന്നെ കർമ്മത്തിനെ നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ നോക്കുക. അതാണ് കർമ്മഫലം. അതുകൊണ്ട് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞത്, കർമ്മഫല ഇച്ഛ കൂടാതെ നീ എന്ത് ചെയ്യണം, കർമ്മം ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കർമ്മഫലത്തിനെ ഇച്ഛിക്കാതെ തന്നെ കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ കർമ്മത്തിൽ നമുക്ക് നിറയെ എന്താണ് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടാനുണ്ട്. എന്ത് കർമ്മം ചെയ്താലും ആ കർമ്മഫലത്തിനെ ഇച്ഛിക്കരുത്. ചിലപ്പോൾ അത് ദുഷ്ടകർമ്മമായിരിക്കാം, സൽക്കർമ്മമായിരിക്കാം. ഇതൊന്നും നമുക്ക് ഒന്ന് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഈശ്വരന്റെ നിയോഗത്തിൽ കൂടി ഈശ്വരൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഈശ്വരനിലേക്ക് തന്നെ കോൺസെൻട്രേഷൻ കൊടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ കർമ്മം വന്നിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ്. എന്ത് ചെയ്താലും ഈശ്വരനാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയം നിങ്ങൾക്ക് അവിടെ ദോഷം ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അഥവാ നിങ്ങൾ ദോഷം ചെയ്യാൻ വന്നാൽ പോലും അവിടെ ഈശ്വരൻ എന്ത് ചെയ്യുന്നത്, ശിക്ഷ അവിടെ കറക്റ്റായിട്ട് കിട്ടും. ആ ശിക്ഷ നമുക്ക് പോസിറ്റീവ് പവറിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. അതേസമയം നമ്മുടെ നെഗറ്റീവ് എനർജിയെ തന്നെ നമ്മൾ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ അവിടെ ശിക്ഷ നമുക്ക് ലാസ്റ്റിലാണ് കിട്ടുന്നത്, നമ്മൾ ഫസ്റ്റിൽ കിട്ടിയില്ല. ലാസ്റ്റിൽ കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാം കൂടെ വാരി വലിച്ച് നിങ്ങളുടെ അനുഭവിക്കണം. അതിനെയാണ് നമ്മുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ എന്ന് പറഞ്ഞ് പിന്നെ ആഹമിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് ഈ സംഭവം ഏത് കർമ്മം എടുത്താലും ആ കർമ്മത്തിൽ 3 കർമ്മങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും, താപത്രയങ്ങൾ എന്ന് പറയുന്നത്. ആ താപത്രയങ്ങൾ കൂടുതൽ വരാതെ ഇരിക്കണമെങ്കിൽ നമ്മുടെ കർമ്മം എപ്പോഴും പരിശുദ്ധമാകണം. ഈ താപത്രയങ്ങളെ കുറിച്ച് ഒന്നുകൂടെ പറയോ? ആദി ഭൗതികം, ആദി ദൈവികം, ആധ്യാത്മികം. ഇപ്പൊ ഒരു ഉദാഹരണം, നീ നല്ലൊരു വീട് കെട്ടി, ഒരു വീട് വെച്ച് നോക്കണം. ആ വീടിന്റെ സൈഡ് അത്രയും നീ കുഴിച്ചുകൊണ്ടിരുന്നാൽ ആ വീട് നിലനിൽക്കുമോ? നിൽക്കില്ല. അത് എന്ത് ചെയ്യും, ഒരു സൈഡിൽ ചരിഞ്ഞ് പോവും. അതാണ് ആദി ഭൗതികം. നമ്മുടെ ഓരോ കർമ്മം ചെയ്യുന്ന സമയം ആദി ഭൗതികമായിട്ട് ബന്ധപ്പെടുന്ന സമയം, അതാണ് ആദി ഭൗതികമായിട്ടുള്ള ദോഷം. അപ്പൊ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ അത്രയും നിങ്ങൾക്ക് ആദി ഭൗതികത്തിലേക്ക് വരും. അത് കഴിഞ്ഞ് വരുന്നത് ആദി ദൈവികം. ആദി ദൈവികം എന്ന് പറയുന്നത് നിങ്ങളെ പോലെ കുറെ ആത്മാക്കൾ ഇവിടെ നിറയെ ഉണ്ട്. അവർക്ക് നിങ്ങൾ ചെയ്യുന്ന ദ്രോഹങ്ങളെല്ലാം നിങ്ങൾക്ക് ആദി ദൈവികത്തിലേക്ക് വരും. മറ്റുള്ള ആത്മാക്കളെ വേദനിപ്പിക്കുക, വഞ്ചിപ്പിക്കുക, അങ്ങനെ പിന്നെ ഗുരുഹത്യ, ഗുരുശാപം, ദൈവഹത്യ, ഇങ്ങനെ നിറയെ സംഭവങ്ങളെല്ലാം.
അത് കഴിഞ്ഞ് ആധ്യാത്മികത്തിൽ വരുന്ന സമയം നാം നമ്മളെ വഞ്ചിക്കുന്നത് എവിടെയാണ്? നിങ്ങളുടെ മറ്റുള്ളവരെ വഞ്ചിക്കുമ്പോഴാണ് നാം നമ്മളെ വഞ്ചിക്കുന്നത്. അതാണ് ആധ്യാത്മികത്തിലുള്ളത്. നാം മറ്റുള്ളവരെ വഞ്ചിക്കാതിരിക്കുക. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ സാധന ഉൾപ്പെടെ എല്ലാമേ അങ്ങനെ. ഏത് കാര്യം എടുത്താലും നമ്മുടെ പ്രൊജക്റ്റ് ചെയ്യാൻ നമ്മൾ മറ്റുള്ളവരെ വഞ്ചിക്കുകയാണെങ്കിൽ അത് വന്നിട്ട് നമ്മുടെ ആധ്യാത്മികമായിട്ട് മാറും. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഗുരുവായൂരിൽ നിന്ന് സാധന പറഞ്ഞു തരാം. ഈ സാധന കറക്റ്റ് വേയിൽ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല എങ്കിൽ എനിക്ക് വന്നിട്ട് ആധ്യാത്മിക രീതിയിലുള്ള ദോഷം എനിക്കുണ്ടാകും. അത് ശാപങ്ങളുടെ നൂലാമാലയുടെ അങ്ങ് അറ്റായിരിക്കും. അതിന് ഉദാഹരണം ബാബാജി എനിക്ക് ക്രിയായോഗ പഠിപ്പിക്കുന്നു. ഈ ബാബാജിയുടെ ക്രിയായോഗയിൽ ഞാൻ എന്തെങ്കിലും മസാലയൊക്കെ ഇട്ട് ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അപ്പൊ അതിന് ആര് തരുന്നത്? ബാബാജി എനിക്ക് ഇതിനെ വെറുതെ വിടുക. അദ്ദേഹം അടുത്ത ഇതിൽ തന്നെ എനിക്ക് അതിൻ്റെതായ ശിക്ഷ എനിക്ക് തരും. അതാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഭൂമിയിലും ഉണ്ടാകും, അവരവർ വ്യക്തികളിലും ഉണ്ടാകും. ഉദാഹരണം പെട്ടെന്ന് പ്രളയം ഉണ്ടാകും. പ്രളയം ഉണ്ടാകുന്നത് എന്താണ്? അവിടെ പല ദോഷങ്ങൾ വരുന്ന സമയത്താണ് ഈ പ്രളയം ഉണ്ടാകുന്നത്. അതുപോലെ പല പല ഈ ആക്സിഡന്റ്, അതുപോലെ ആപത്തുകൾ, ഇതൊക്കെ ഉണ്ടാകുന്നത് ഈ ഒന്നുകിൽ ഈ 3 ത്രയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ക്ഷേത്രം തീ പിടിക്കുന്നു. എന്തുകൊണ്ട്? ആ ക്ഷേത്രത്തില് അനീതികൾ നടക്കുമ്പോൾ പിന്നെ ആദി ദൈവികത്തിന് നിലനിൽപ്പില്ല. ഉടനെ തന്നെ അവിടെ അഗ്നിക്കിരയാണ്. ഇങ്ങനെ പല സംഭവങ്ങളിലും വരും. അതുകൊണ്ട് ഈ 3 മനസ്സിലാക്കുന്നത്, ഈ 3 എല്ലാത്തിലും കൂടി ചേർന്നാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. എന്നാലും നമ്മൾ പൊതുവായിട്ട് മനസ്സിലാക്കിയാൽ മറ്റുള്ളവർക്ക് നമുക്ക് ദ്രോഹം ചെയ്യുന്ന ഒരു സംഭവവും നമ്മൾ ചെയ്യാതെ ഇരുന്നാൽ അതാണ് ആത്മീയത്തിന്റെ ആദ്യ പടവെന്ന് മാത്രം വിചാരിച്ചാൽ.